ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നാലാം തൂണെന്നറിയപ്പെടുന്ന മഹത്തായ മാധ്യമ പ്രവർത്തനത്തെ മലീനസപ്പെടുത്തിയ സ്മൃതി പരുത്തിക്കാടെന്ന അക്ഷരത്തെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന മാധ്യമ കൂട്ടിക്കൊടുപ്പുകാർക്കെതിരെ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. പൊള്ളുന്ന വേദനയിലൊപ്പം നിന്നവനെ കെട്ടിപ്പിടിച്ചൊന്ന് സ്വയം ആശ്വാസം കണ്ടെത്തുന്ന ഒരമ്മ സ്മൃതി പരുത്തിക്കാടിന് നാടകക്കാരിയായിരിക്കാം. മണ്ണിൽ അലിഞ്ഞുപോയ തന്റെ മക്കളെ കാണാൻ ഒന്നുകൂടി വരണമേ എന്ന് പറഞ്ഞത് സ്മൃതി പരുത്തിക്കാടിന് കാപട്യമായിരിക്കാം. ഒരു രാത്രിയിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് 3 മക്കളെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ തോരാ കണ്ണീർ സ്മൃതി പരുത്തിക്കാടിന് നാണക്കേടായിരിക്കാം. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത തന്റെ പ്രിയപ്പെട്ടവരെ ഓർത്തുള്ള അവരുടെ ജീവിതം സ്മൃതി പരുത്തിക്കാടിന് സ്റ്റേജ് മാനേജഡ് ആയിരിക്കാം. അവർ അനുഭവിച്ചതൊക്കെയും സ്മൃതി പരുത്തിക്കാടിനെ പോലുള്ളവർക്ക് അഭിനയമായിരിക്കാം. അച്ഛനെ ദേശാഭിമാനിയിൽ നിന്നും പുറത്താക്കിയതിന്റെ കലിപ്പാണ് ചാനൽ മുറികളിൽ വന്നിരുന്ന് ചാനൽ ചർച്ച എന്ന പേരിൽ മാധ്യമ കുപ്പായവുമിട്ട് സ്ത്രീരൂപം പൂണ്ട രാക്ഷസിയായ സ്മൃതി പരുത്തിക്കാട് തീർക്കുന്നതെങ്കിൽ അതിന് സഖാക്കളുടെ നെഞ്ചത്തല്ല തീർക്കേണ്ടത്, സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ സ്വന്തം തന്തയുടെ നെഞ്ചത്ത് തന്നെയാണ്. ഇടതുപക്ഷത്തിനെതിരെ വരുന്ന എന്തും ഞങ്ങൾ താങ്ങണമെന്ന് വെച്ചാൽ ഇത് വെള്ളരിക്കപ്പെട്ടണമെന്നുമില്ല. നിങ്ങൾ എന്ത് പ്രചരിപ്പിച്ചാലും നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അത് താങ്ങും. വല്ലപ്പോഴും സഹിയിട്ട് ഞങ്ങൾ തിരിച്ചു തരുന്നത് താങ്ങാനുള്ള കരുത്തില്ലെങ്കിൽ ഞങ്ങളുടെ മേൽ കുതിര കയറാതിരിക്കുക. നിങ്ങളുടെയൊക്കെ സെലക്റ്റീവ് സൈബർ ബുള്ളിക്ക് പ്രതിഷേധമുണ്ടല്ലോ, അതൊക്കെ കേരള ജനത തിരിച്ചറിയുന്നുണ്ട്. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷിനോടൊപ്പം നിന്നതിന്റെ ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ നിങ്ങളൊക്കെ പുണ്യാളച്ചനെന്ന് വാഴ്ത്തിയ ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മനെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും സൈബർ ഗുണ്ടകൾ ആക്ഷേപിച്ചപ്പോഴും അധിക്ഷേപിച്ചപ്പോഴും അതിനെ സൈബർ ബുള്ളിംഗ് ആയിട്ട് നിങ്ങൾ കാണാത്തത് ആർക്ക് വേണ്ടിയായിരുന്നു? പള്ളിയുടെ മുതൽ കട്ടെടുത്ത് കുടുംബം പോറ്റിയ തന്തയ്ക്ക് പിറക്കാത്ത തെമ്മാടിയായ കല്ലായി അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മുനാഫിക്കിനുണ്ടായ ഇബിലീസിന്റെ സന്തതി കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കല്യാണം ആ വിവാഹം വിഭചാരമാണെന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് സൈബർ ബുള്ളിംഗ് ആയിട്ടും അധിക്ഷേപമായിട്ടും തോന്നിയില്ല. അതെന്തുകൊണ്ടായിരുന്നു? ആർക്ക് വേണ്ടിയായിരുന്നു? പ്രതിഭ MLA ആലപ്പുഴയിൽ വെച്ച് മുനാഫിക് ലീഗുകാരനായ ഒരു നേതാവ് ആക്ഷേപിച്ചപ്പോഴും നിങ്ങൾക്കത് ആക്ഷേപമായിട്ടും അധിക്ഷേപമായിട്ടും തോന്നിയില്ല. അതും ആർക്ക് വേണ്ടിയായിരുന്നു? കേരളം കണ്ട ഏറ്റവും വലിയ പെർവർട്ടറായ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പെണ്ണുപിടിയനെ എതിർത്തതിന്റെ പേരിലും അവന്റെ പ്രവർത്തികൾക്കെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിലും കോൺഗ്രസ് നേതാവായ MA ഷഹനാസിനെയും യൂത്ത് കോൺഗ്രസ് നേതാവായ സജിനെയും ഒക്കെ കോൺഗ്രസും ലീഗിന്റെയും സൈബർ ഗുണ്ടകൾ വേട്ടയാടിയപ്പോൾ നിങ്ങളുടെ മൗനം ആർക്ക് വേണ്ടിയായിരുന്നു? വെൽഫെയർ പാർട്ടിയുടെ അപകടം തിരിച്ചറിഞ്ഞ് ആ പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് വന്ന ശ്രീജ നെയ്യാറ്റിൻകര എന്ന സ്ത്രീയെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും സൈബർ ഗുണ്ടകളെ നാണിപ്പിക്കും വിധമായിരുന്നു വെൽഫെയറിന്റെ ഗുണ്ടകൾ ആ സ്ത്രീയെ ആക്ഷേപിച്ചത്. അപ്പോഴും നിങ്ങളുടെ മൗനം ആർക്ക് വേണ്ടിയായിരുന്നു? കേരളത്തിലെ മാധ്യമ ചരിത്രത്തിൽ ഇതുപോലൊരു സ്ത്രീരൂപം രാക്ഷസിയെ പോലെ ചാനൽ മുറികളിൽ വന്നിരുന്ന് അലറി വിളിക്കുന്നത് കേരള ജനത കണ്ടിട്ടില്ല. ഇടതുപക്ഷത്തിന്റെ 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറയുമ്പോൾ ചുമപ്പ് കണ്ട കാളയെപ്പോലെ മുക്രയിടുന്ന കാളയെപ്പോലെ ആ മാധ്യമ മുറിയിലിരുന്ന് അലറി വിളിക്കുന്നത് കേരള ജനത കണ്ടിട്ടുള്ളതാണ്. തെരുവ് വേശ്യകൾ തെരുവിൽ നിന്ന് ആണുങ്ങളെ പിടിക്കാൻ വേണ്ടി തമ്മി തല്ലുന്ന അതേ മനോഭാവത്തോടെയായിരുന്നു ഇടതുപക്ഷ വിരുദ്ധത പ്രചരിപ്പിക്കാൻ സ്മൃതി പരുത്തിക്കാടെന്ന സ്ത്രീരൂപം കൊണ്ട രാക്ഷസി ചാനൽ മുറിയിൽ കാണിച്ചു കൊണ്ടിരുന്നത്. സ്മൃതി പരുത്തിക്കാടിന് ഒന്നേ പറയാനുള്ളൂ, നീ മാധ്യമ പ്രവർത്തനം നടത്തിയാൽ ഞങ്ങളത് കാണുകയും കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. പക്ഷെ മാധ്യമ പ്രവർത്തനത്തിന്റെ മറവിൽ ആരോ എറിഞ്ഞു തന്ന എച്ചിൽ കഷണങ്ങളുടെ നന്ദി കാണിക്കാൻ അക്ഷരങ്ങളെ കൂട്ടിക്കൊടുത്ത് നീ മാധ്യമ പുലയാട്ട് നടത്തിയാൽ നീ വിചാരിക്കുന്നതിനും അപ്പുറമായിരിക്കും ഞങ്ങളുടെ പ്രതിഷേധം. നീ ആരാണ് സ്മൃതി പരുത്തിക്കാടെ? മാധ്യമ കൂട്ടിക്കൊടുപ്പുകാർക്കിടയിലെ കവല ചട്ടമ്പിയോ? നിനക്ക് ആരെയും ആക്ഷേപിക്കാം, നിനക്ക് ആർക്കെതിരെയും എന്തും പറയാം, പക്ഷെ നിനക്കെതിരെ ഒന്നും പറഞ്ഞുകൂടാ. വീണ്ടും പറയുന്നു, ഇങ്ങോട്ട് തരുന്നതൊക്കെ ഞങ്ങൾ താങ്ങും. തിരിച്ചു തരുന്നത് താങ്ങാനുള്ള കഴിവില്ലെങ്കിൽ, ഹെഡ്സില്ലെങ്കിൽ, അതിനുള്ള നട്ടലിനുറപ്പില്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം മാത്രം നടത്തി മുന്നോട്ട് പോവുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു.